ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലെ ട്രാൻസ്പോർട്ട് ലെയറിൽ യൂസ് ചെയ്യുന്ന അടുത്ത പ്രോട്ടോക്കോളാണ് സ്ട്രീം കൺട്രോൾ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ. TCP നമ്മൾ പഠിച്ചു കഴിഞ്ഞു, UDP കഴിഞ്ഞു, അതിനുശേഷമാണ് SCTP വരുന്നത്. SCTP ഇറ്റ് ഈസ് എ ന്യൂ റിലയബിൾ മെസ്സേജ് ഓറിയൻറ്റഡ് ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോക്കോൾ. റിലയബിൾ ആണ് എന്ന് വെച്ചാൽ അത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. TCP പോലെ കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. മോസ്റ്റ്ലി ഡിസൈൻ ഫോർ ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ദാറ്റ് ഹാവ് റീസെൻ്റ്ലി ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. It combines the best features of UDP and TCP. It preserves the message boundaries and the same time detects lost data, duplicate data and out of order data. അതായത് മെസ്സേജ് ബൗണ്ടറീസ് പ്രിസർവ് ചെയ്യും, അതുപോലെ തന്നെ ഡാറ്റ ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോസ് ഡാറ്റയും ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റയും ഔട്ട് ഓഫ് ഓർഡർ ഡാറ്റയും എല്ലാം ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് SCTP. സർവീസസ്, പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. It uses all well-known ports in the TCP space. It have some additional ports. Multiple streams. SCTP allows multi-stream service in each connection. അടുത്തത് multi-homing. SCTP association allows multiple IP addresses for each end. The sending and receiving host can define multiple IP addresses in each end for an association. പരസ്പരം അസോസിയേറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ IP അഡ്രസ്സസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ IP അഡ്രസ്സസ് സെൻഡിങ് റിസീവിങ് ഹോസ്റ്റിന് അസൈൻ ചെയ്യുക വഴിക്ക് ഏതെങ്കിലും ഒരു പാത്ത് ഫെയിൽ ആവുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റുമോ? ഓൾട്ടർനേറ്റ് IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റ് പാത്ത് അതിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡാറ്റ ഡെലിവറിക്ക് ഇൻറ്ററപ്ഷനൊന്നും ഇല്ലാതെ ഓൾട്ടർനേറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയഗ്രത്തിൽ നോക്കിയാൽ ക്ലയൻറ്റ് സെർവർ, ക്ലയൻറ്റ് സെർവറായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ ക്ലയൻറ്റ് രണ്ട് ലോക്കൽ നെറ്റ്വർക്ക്സായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് ക്ലയൻറ്റ് മെഷീനിന് രണ്ട് IP അഡ്രസ്സ് വഴി രണ്ട് ലോക്കൽ നെറ്റ്വർക്ക്സായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ സെർവറും രണ്ട് IP അഡ്രസ്സ് വഴി രണ്ട് നെറ്റ്വർക്ക്സായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലയൻറ്റിനും സെർവറിനും പരസ്പരം അസോസിയേറ്റ് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ 4 പെയർ ഓഫ് IP അഡ്രസ്സസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ എങ്കിലും റിയൽ കമ്മ്യൂണിക്കേഷനിൽ അതിൽ ഒരു പാത്ത് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ചൂസ് ചെയ്ത പാത്ത് ഫെയിൽ ആവുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് വൺ ചൂസ് ചെയ്യാൻ പറ്റും. ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ. It offers full duplex service in which data can flow in both directions at the same time. Each SCTP then has a sending and receiving buffer, and packets are sent in both directions. Next, connection oriented services. A connection is called an association. അപ്പം SCTPയിൽ കണക്ഷൻ അസോസിയേഷൻ എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടു അസോസിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ SCTPയിൽ കണക്ഷനെ ടു SCTPs എസ്റ്റാബ്ലിഷ് എ അസോസിയേഷൻ ബിറ്റ്വീൻ ഈച്ച് അതർ. രണ്ട് SCTPകൾ തമ്മിൽ ഒരു അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യും രണ്ട് ഡയറക്ഷനിലോട്ടും. ദെൻ ദ അസോസിയേഷൻ ഈസ് ടെർമിനേറ്റഡ്. Reliable service. SCTP, like TCP, is a reliable transport layer protocol. It uses an acknowledgement mechanism to check the safe and sound arrival of data. അതായത് അക്നോളജ്മെൻറ്റ് മെക്കാനിസം വഴി ഒരു ഡാറ്റ എത്തിച്ചേർന്നോ ഇല്ലയോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും. അതുവഴി TCP പ്രോട്ടോക്കോൾ പോലെ തന്നെ റിലയബിൾ സർവീസ് ഓഫർ ചെയ്യുന്നു. ദ ഫീച്ചേഴ്സ്. ട്രാൻസ്മിഷൻ സീക്വൻസ് നമ്പർ. A data chunk number is numbered using a TSN, transmission sequence number. Stream identifier. In SCTP, there may be several streams in association.
Each stream in SCTP needs to be identified by using a stream identifier SI. അപ്പോൾ എന്താണ്, ഓരോ അസോസിയേഷനിലും സെവറൽ സ്ട്രീംസ് ഉണ്ടാവും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ സ്ട്രീംസും എന്താണ്, ഒരു സ്ട്രീം ഐഡൻറ്റിഫയർ വഴിയാണ് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ ഒരു ഡാറ്റ ചങ്ക്, ഒരു ഡാറ്റ പാർട്ടിന് എന്താണ്, ട്രാൻസ്മിഷൻ സീക്വൻസ് നമ്പർ വഴിയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അടുത്തത് സ്ട്രീം സീക്വൻസ് നമ്പർ. ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡാറ്റ ചങ്ക്സ് ബിലോങ്ങിങ് ടു ദ സെയിം സ്ട്രീം, SCTP യൂസസ് SSNs, സ്ട്രീം സീക്വൻസ് നമ്പർ. അപ്പം എന്താണ്, ഒരു സെയിം സ്ട്രീമിൻ്റെ ഭാഗമായിട്ടുള്ള ഡിഫറെൻറ്റ് ഡാറ്റ ചങ്ക്സിനാണ് എന്ത് കൊടുക്കുന്നത്, സ്ട്രീം സീക്വൻസ് നമ്പേഴ്സ് കൊടുക്കുന്നത്. അപ്പം ഇതിലുള്ള ഓരോ സ്ട്രീംസിനും എന്താണ്, സ്ട്രീം ഐഡൻറ്റിഫയർ വാല്യൂ ഉണ്ടാവുമായിരിക്കും. Acknowledgement number. In SCTP, acknowledgement numbers are used to acknowledge only data chunks. ഡാറ്റ ചങ്ക്സിനെ അക്നോളജ് ചെയ്യാനാണ് അക്നോളജ്മെൻറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. SCTP implements flow control to avoid overwhelming the receiver. Error control. It also implements error control to provide reliability. Next, congestion control. Implements congestion control to determine how many data chunks can be injected into the network. എത്ര ഡാറ്റ ചങ്ക്സിന് ഈ നെറ്റ്വർക്കിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, കൺജഷൻ കൺട്രോൾ വഴി എന്താണ്, നെറ്റ്വർക്കിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും മാത്രമേ നെറ്റ്വർക്കിലോട്ട് ഇൻജെക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് SCTP ഫീച്ചേഴ്സ്. ഇനി SCTP പ്രോട്ടോക്കോളിലെ ഒരു ഡാറ്റ പാക്കറ്റിൻ്റെ ഫോമാറ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. SCTP packet has a mandatory general header and a set of blocks called chunks. There are two types of chunks, control chunks and data chunks. അപ്പോൾ മാൻഡേറ്ററി ജനറൽ ഹെഡർ, അപ്പോൾ എന്താണ്, ഒരു SCTP പാക്കറ്റിന് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ജനറൽ ഹെഡർ ഫീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ചങ്ക്സ് ഫീൽഡും ഉണ്ടായിരിക്കും. There are two types of chunks. രണ്ട് ടൈപ്പ് ചങ്ക്സ് ആണുള്ളത്, കൺട്രോൾ ചങ്ക്സും അതുപോലെ തന്നെ ഡാറ്റ ചങ്ക്സും. എ കൺട്രോൾ ചങ്ക്സ് കൺട്രോൾസ് ആൻഡ് മെയിൻറ്റെയിൻസ് ദ അസോസിയേഷൻ. അതായത് അസോസിയേഷൻ എന്ന് വെച്ചാൽ കണക്ഷനെയാണ് പറയുന്നത്. അപ്പം ഇത്തരം അസോസിയേഷനെ കൺട്രോൾ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുകയാണ് കൺട്രോൾ ചങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഡാറ്റ ചങ്കാണ് ആക്ച്വലി യൂസർ ഡാറ്റ ക്യാരി ചെയ്യുന്നത്. ഇൻ എ പാക്കറ്റ്, കൺട്രോൾ ചങ്ക്സ് കം ബിഫോർ ദ ഡാറ്റ ചങ്ക്സ്. അതാണ് ജനറൽ ഫോമാറ്റ്. Guarantees that the packet belongs to a particular association and preserves the integrity of the contents of the packet, including the header itself. അതായത് ഓരോ അസോസിയേഷൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെന്താണ്, ഓരോ പാക്കറ്റും ഏത് പെർട്ടിക്കുലർ അസോസിയേഷൻ്റെ ഭാഗമാണെന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഇതിൻ്റെ ജനറൽ ഹെഡറിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ജനറൽ ഹെഡറിൻ്റെ ഫോമാറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ജനറൽ ഹെഡറിൽ ഉള്ള ഫീൽഡ്സാണ് സോഴ്സ് പോർട്ട് അഡ്രസ്, ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്, വെരിഫിക്കേഷൻ ടാഗ് ആൻഡ് ചെക്ക് സം. 4 ഫീൽഡാണുള്ളത്. അപ്പോൾ സോഴ്സ് പോർട്ട് അഡ്രസ് എന്ന് പറയുന്നത് 16 ബിറ്റ് ഫീൽഡാണ്. അതായത് ഏത് പ്രോസസ്സാണ് ഒരു പെർട്ടിക്കുലർ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്, ആ പ്രോസസ്സിൻ്റെ പോർട്ട് നമ്പറാണ് സോഴ്സ് പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഡെസ്റ്റിനേഷൻ പോർട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ലെങ്ത് ആണുള്ളത്. അത് റിസീവിങ് പ്രോസസ്സിൻ്റെ പോർട്ട് നമ്പർ ആയിരിക്കും. അടുത്തത് വെരിഫിക്കേഷൻ ടാഗ്. ദിസ് ഇസ് എ നമ്പർ ദാറ്റ് മാച്ചസ് എ പാക്കറ്റ് ടു ആൻ അസോസിയേഷൻ. അപ്പോൾ എന്താണ്, ഒരു പാക്കറ്റ് ഒരു അസോസിയേഷൻ്റെ ഭാഗമാണെന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള ഒരു നമ്പറാണ് വെരിഫിക്കേഷൻ ടാഗ്. ഇറ്റ് സെർവ്സ് ആസ് എൻ ഐഡൻറ്റിഫയർ ഫോർ ദ അസോസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഇൻ എവറി പാക്കറ്റ് ഡ്യൂറിങ് ദ അസോസിയേഷൻ. അതായത് ഒരു അസോസിയേഷനിൽ ഓരോ പാക്കറ്റിനും ഈ ഒരു വാല്യൂ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് വരും. ദർ ഇസ് എ സെപ്പറേറ്റ് വെരിഫിക്കേഷൻ യൂസ്ഡ് ഫോർ ഈച്ച് ഡയറക്ഷൻ ഇൻ ദ അസോസിയേഷൻ. അപ്പോൾ അസോസിയേഷൻ്റെ ഓരോ ഡയറക്ഷനിലോട്ടും എന്താണ്, സെപ്പറേറ്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ എന്താണ് പുട്ട് ചെയ്തിരിക്കും. അപ്പം വെരിഫിക്കേഷൻ ടാഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടാക്കറ്റും ഏത് അസോസിയേഷൻ്റെ ഭാഗമാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ്
ചെക്സം 32 ബിറ്റ് ഫീൽഡാണ്. CRC 32 ചെക്സം ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ഫീൽഡിൽ ദ സൈസ് ഓഫ് ദ ചെക്സം ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 16. അതായത് UDP TCP IP-യിൽ 16 ബിറ്റ്സ് ആയിരുന്നു ചെക്സമിൻ്റെ സൈസ്. അത് 32 ബിറ്റായിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു SCTP പ്രോട്ടോക്കോളിൽ. സൈക്ലിക് റിഡൻഡൻസി ചെക്ക് CRC 32 ചെക്സം. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയറിലെ കൺജഷൻ കൺട്രോൾ ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് ലെയറിൽ 4 മെയിൻ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞു. പ്രോസസ് ടു പ്രോസസ് ഡെലിവറി, പിന്നെ UDP പ്രോട്ടോക്കോൾ, TCP പ്രോട്ടോക്കോൾ ആൻഡ് SCTP പ്രോട്ടോക്കോൾ. ഇനി ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ അടുത്ത ഫംഗ്ഷനാലിറ്റിയാണ് കൺജഷൻ കൺട്രോൾ ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. ഡാറ്റ ട്രാഫിക്. The main focus of congestion control and quality of service is data traffic. In congestion control, we try to avoid traffic congestion. ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൺജഷൻ കൺട്രോൾ വഴി നമ്മൾ ശ്രമിക്കുന്നത്. ഇൻ ക്വാളിറ്റി ഓഫ് സർവീസ് വി ട്രൈ ടു ക്രിയേറ്റ് ആൻ അപ്രോപ്രിയേറ്റ് എൻവയോൺമെൻറ്റ് ഫോർ ദ ട്രാഫിക്. അപ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാഫിക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി ഓഫ് സർവീസ്. കൺജഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുക. Traffic descriptor. Traffic descriptors are qualitative values that represents a data flow. ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചില ക്വാളിറ്റേറ്റീവ് വാല്യൂസ് ആണ്. അതായത് ഡാറ്റ ഫ്ലോനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാളിറ്റേറ്റീവ് വാല്യൂസിനെയാണ് ട്രാഫിക് ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ആവറേജ് ഡാറ്റ റേറ്റ്. ആവറേജ് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ് സെൻഡ് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് ടൈം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് സെക്കൻഡ്സ് ടൈം പീരിയഡിൽ എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു, ആ ഒരു ആവറേജ് ഡാറ്റ റേറ്റിനെയാണ് ആവറേജ് ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. പീക്ക് ഡാറ്റ റേറ്റ്. ഈ ട്രാഫിക്കിലുള്ള മാക്സിമം ഡാറ്റ റേറ്റിനെയാണ് പീക്ക് ഡാറ്റ റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മാക്സിമം ബേസ്റ്റ് സൈസ്. ദ മാക്സിമം ബേസ്റ്റ് സൈസ് നോർമലി റെഫേഴ്സ് ടു ദ മാക്സിമം ലെങ്ത് ഓഫ് ടൈം ദ ട്രാഫിക് ഈസ് ജനറേറ്റഡ് അറ്റ് ദ പീക്ക് റേറ്റ്. അതായത് ഈ ഒരു ഡാറ്റ ട്രാഫിക് അത് എന്താണ്, പീക്ക് റേറ്റിലാണ് ട്രാഫിക് ഉള്ളതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് എത്ര ടൈമോളം ആ ഒരു മാക്സിമം ലെങ്ത്തിൽ ഈ ഒരു ട്രാഫിക് നിലനിന്നിരുന്നു, ആ ഒരു കണക്കിനെയാണ് മാക്സിമം ബേസ്റ്റ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ലെങ്ത് ഓഫ് ടൈം, അതായത് എത്ര ലെങ്ത് ഓഫ് ടൈം വരെ ഈ ഒരു ഡാറ്റ ട്രാഫിക് പീക്ക് റേറ്റിൽ ഉണ്ടായിരുന്നു. അടുത്തത് എഫക്റ്റീവ് ബാൻഡ് വിഡ്ത്ത്. It is the bandwidth that the network needs to allocate for the flow of traffic. Traffic profiles. A data flow can have one of the following traffic profiles: constant bitrate, variable bitrate, or bursty constant bitrate. അപ്പോൾ ട്രാഫിക് പ്രൊഫൈൽസ് ആണ്. അപ്പോൾ ഒരു ഡാറ്റ ഫ്ലോയ്ക്ക് ഈ പറയുന്ന ഏതെങ്കിലും ട്രാഫിക് പ്രൊഫൈൽസ് വരാം. കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് വരാം, അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ്. അതായത് ഡാറ്റ റേറ്റ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല, ഫിക്സഡ് റേറ്റ് ആയിരിക്കും. ഫ്ലോ ഇവിടെ എന്താണ്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ദ ആവറേജ് ഡാറ്റ റേറ്റ് ആൻഡ് ദ പീക്ക് ഡാറ്റ റേറ്റ് ആർ സെയിം. അതായത് ഒരു ഫിക്സഡ് റേറ്റിൽ ഡാറ്റ ഫ്ലോ ചേഞ്ചസ് ഇൻ ടൈം. ഡാറ്റ ഫ്ലോയുടെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വേരി ചെയ്യും. with the changes smooth instead of sudden and sharp. Bursty. In the bursty data category, the data rate changes suddenly in a very short time. ഇവിടെ എന്താണ്, ബേസ്റ്റിൽ ക്വിക്കായിട്ടാണ് ഇവിടെ ഡാറ്റ റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. നേരെ മറിച്ച് വേരിയബിൾ ബിറ്റ് റേറ്റിൽ എന്താണ്, ചേഞ്ചസ് ഒക്കെ സ്മൂത്തായിട്ടേ വരുള്ളൂ. അടുത്തതാണ് കൺജഷൻ കൺട്രോൾ. An important issue in a packet switched network is congestion. Congestion in a network may occur if the load on the network, the number of packets sent to the network, is greater than the capacity of the network, the number of packets a network can handle. അപ്പം ഒരു പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലൊരു മെയിൻ ഇഷ്യൂ ആണ് കൺജഷൻ എന്ന് പറയുന്നത്. കൺജഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു നെറ്റ്വർക്കിലോട്ട് പാക്കറ്റ്സ് എന്ത് ചെയ്യുക,
ഇഞ്ചെക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന പാക്കറ്റ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിന് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ കപ്പാസിറ്റിയിലും കൂടുതലാണ്. ഓക്കെ, അതായത് നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അധികം എന്താണ് പാക്കറ്റ്സ് നെറ്റ്വർക്കിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുക. അതുവഴിയാണ് കൺജഷൻ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, കൺജഷൻ കൺട്രോൾ റെഫേഴ്സ് ടു ദ മെക്കാനിസം ആൻഡ് ടെക്നിക്സ് ടു കൺട്രോൾ ദ കൺജഷൻ ആൻഡ് കീപ് ദ ലോഡ് ബിലോ ദ കപ്പാസിറ്റി. അപ്പോൾ കൺജഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൺജഷനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് കപ്പാസിറ്റിക്ക് താഴെയായിട്ട് ഈ ലോഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് കൺജഷൻ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൺജഷൻ കൺട്രോൾ മെക്കാനിസംസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു 2 ബ്രോഡ് കാറ്റഗറീസ്. First one is open loop congestion control and closed loop congestion control. The other name for അപ്പം കൺജഷൻ കൺട്രോളിൻ്റെ ഓപ്പൺ ലൂപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ റീട്രാൻസ്മിഷൻ പോളിസി, വിൻഡോ പോളിസി, ആക്നോളജ്മെൻറ്റ് പോളിസി, ഡിസ്കാർഡിംഗ് പോളിസി ആൻഡ് അഡ്മിഷൻ പോളിസീസ് ഇതൊക്കെയാണ് വരുന്നത്. നേരെ മറിച്ച് ക്ലോസ്ഡ് ലൂപ്പിൽ ബാക്ക് പ്രഷർ, ചോക്ക് പാക്കറ്റ്, ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് ആൻഡ് എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് ഇത്രയും ടെക്നിക്സാണ് വരുന്നത്. അപ്പം കൺജഷൻ കൺട്രോളിൽ ഈ ഓപ്പൺ ലൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, കൺജഷൻ വരുന്നതിന് മുൻപേ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലോസ്ഡ് ലൂപ്പിൽ കൺജഷൻ വന്നതിന് ശേഷം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം ഓപ്പൺ ലൂപ്പ് കൺജഷൻ കൺട്രോളിൽ കൺജഷൻ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈപ്പ് റീട്രാൻസ്മിഷൻ പോളിസി. If the sender feels that a send packet is lost or corrupted, the packet needs to be retransmitted. Retransmission is in general may increase congestion in the network. The retransmission policy and the retransmission timer ഇപ്പോൾ സെൻറ്ററിന് തോന്നുകയാണ് ഒരു അയച്ചിരിക്കുന്ന ഒരു പാക്കറ്റ് ലോസ്റ്റ് ആയിട്ടുണ്ട് അല്ലെ കറക്റ്റഡ് ആയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എന്താണ് അങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്താണ് നെറ്റ്വർക്കിൽ ഒരു കൺജഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എന്താണ് അതിനൊരു റീട്രാൻസ്മിഷൻ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് എന്താണ് അതായത് റീട്രാൻസ്മിഷൻ ടൈമേഴ്സ് ഡിസൈൻ ചെയ്യുക, അതുവഴി എന്ത് ചെയ്യുക എഫിഷ്യൻസി ഒപ്റ്റിമൈസ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം കൺജഷൻ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഒരു പാക്കറ്റ് ലോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് സെൻഡർ ഉടനെ റീട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരു റീട്രാൻസ്മിഷൻ ടൈമർ ഡിസൈൻ ചെയ്തിട്ട് അതുവഴി എന്ത് ചെയ്യാം എഫിഷ്യൻസി ഒപ്റ്റിമൈസ് ചെയ്യാം, അതുവഴി കൺജഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. വിൻഡോ പോളിസി. The selective repeat window is better than the go back and window for congestion control. അതായത് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോളിലെല്ലാം സെലക്റ്റീവ് റിപ്പീറ്റും ഗോ ബാക്ക് എന്നും 2 ടൈപ്പ് പ്രോട്ടോക്കോൾസ് പഠിച്ചിട്ടുണ്ട്. സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതാണ് സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. അതായത് സെലക്റ്റീവ് റിപ്പീറ്റ് എന്ന് പറയുമ്പം നമ്മൾ സപ്പോസ് 1 to 15 പാക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു നെറ്റ്വർക്കിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പം അതിൽ എക്സാക്ട്ലി 13 മാത്രം എന്ത് ചെയ്തില്ല റിസീവ് ചെയ്തില്ല എന്ന് കരുതുക. അപ്പോൾ ആ 13 മാത്രം എന്ത് ചെയ്യുക സെൻറ്റർ തിരിച്ച് വൺസ് അഗൈൻ അയച്ചു കൊടുക്കുക. ഓക്കെ, നേരെ മറിച്ച് ഗോ ബാക്ക് ആണെങ്കിൽ എന്താണ് 1 to 15 പാക്കറ്റ് അയച്ചു, 13 മാത്രം ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ 13 ശേഷമുള്ള എല്ലാം തന്നെ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് സെൻറ്ററിനോട് 13 മുതലുള്ള ബാക്കിയെല്ലാം ഒരുമിച്ച് അയക്കണം എന്ന് പറയും. അപ്പോൾ എന്താണ് 13, 14, 15 പാക്കറ്റ്സ് വൺസ് അഗൈൻ സെൻറ്റർ അയക്കണം. അപ്പോൾ അതാണ് ഗോ ബാക്ക് ആൻഡ് കൺസെപ്റ്റ്. അപ്പോൾ ആ ഗോ ബാക്ക് ആൻഡ് കൺസെപ്റ്റിലും നല്ലത് എന്താണ് സെലക്റ്റീവ് റിപ്പീറ്റ് വിൻഡോ, ദാറ്റ് ഈസ് ബെറ്റർ. Congestion. Receiver may send an acknowledgement only if it has a packet to be sent or a special timer expires. A receiver may decide to acknowledge ഓൺലി n പാക്കറ്റ്സ് അറ്റ് എ ടൈം. അതായത് അക്നോളജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സെൻഡർ ഓരോ പാക്കറ്റ് അയക്കുമ്പോഴും തിരിച്ച് റിസീവർ അതിനൊരു അക്നോളജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും എന്താണ് കൺജഷനിലോട്ട് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ റിസീവർ ഇങ്ങനൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതായത് അതിനൊരു പെർട്ടിക്കുലർ പാക്കറ്റ് സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്താ ചെയ്യുക അതിൻ്റെ ഒപ്പം അക്നോളജ്മെൻറ്റും കൂടെ ഫിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ
or a special timer expires, അതായത് ഒരു സ്പെഷ്യൽ ടൈമർ എക്സ്പയർ ചെയ്ത ശേഷം മാത്രം അയക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ റിസീവർ എന്ത് ചെയ്യുക, ടു ആക്നോളജ് ഓൺലി n പാക്കറ്റ്സ് അറ്റ് എ ടൈം, ഒരു n നമ്പർ ഓഫ് പാക്കറ്റ്സ് അറ്റ് എ ടൈമിൽ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുക. Discarding policy. A good discarding policy by the routers may prevent congestion and at the same time may not harm the integrity of the transmission. അതായത് ഡിസ്കാർഡ് ചെയ്യുക, അതായത് കഞ്ചഷൻ വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ റൂട്ടേഴ്സ് എന്ത് ചെയ്യുക, ഈ അധികമായിട്ട് തോന്നുന്ന പാക്കറ്റ്സിനൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കിയിട്ട് ആ ഒരു ഡിസ്കാർഡിങ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുക വഴി എന്ത് ചെയ്യാൻ പറ്റും, കഞ്ചഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Admission policy. A router can deny establishing a virtual circuit connection if there is congestion in the network or if there is a possibility of future congestion. അതായത് ഒരു വിർച്വൽ സർക്യൂട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് പകരം ഒരു ഫ്യൂച്ചർ കഞ്ചക്ഷൻ്റെ പോസിബിലിറ്റി തോന്നുകയാണെങ്കിൽ റൂട്ടർ എന്ത് ചെയ്യുക, ഒരു വിർച്വൽ സർക്യൂട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുക. വിർച്വൽ സർക്യൂട്ട് കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷനാണ്. അപ്പോൾ ആ ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുവഴി എന്താണ്, കഞ്ചഷനാണ് കൂടുതലാണ് ചെയ്യുക, കഞ്ചസ്റ്റഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് പകരം കഞ്ചസ്റ്റഡ് ആണെന്ന് തോന്നിയാലും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ കഞ്ചഷൻ വരികയാണെന്ന് തോന്നിയാലും എന്ത് ചെയ്യുക, ആ ഒരു വെർച്വൽ സർക്യൂട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്യുക, പിന്മാറുക. അപ്പം ഇനി ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോളാണ്. അതായത് കഞ്ചഷൻ ഒക്കർ ചെയ്ത ശേഷം അതിനെ റെക്ടിഫൈ ചെയ്യുക. അതാണ് ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോൾ മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ബാക്ക് പ്രഷർ. The technique of back pressure refers to a congestion control mechanism in which a congested node stops receiving data from the immediate upstream node or nodes. അപ്പം ഒരു കഞ്ചസ്റ്റഡ് നോഡ് എന്ത് ചെയ്യുക, അതിൻ്റെ ഇമ്മീഡിയറ്റ് നൈബർ നോഡ്സിൽ നിന്നും എന്ത് ചെയ്യുക, ഡാറ്റ റിസീവ് ചെയ്യുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കഞ്ചസ്റ്റഡ് നെറ്റ്വർക്ക് ഉണ്ട്, അതായത് ആ കഞ്ചസ്റ്റഡ് നെറ്റ്വർക്കിലൊരു നോഡ്, ഓക്കെ, ആ നോഡ് എന്ത് ചെയ്യുക, അതിൻ്റെ ഇമ്മീഡിയറ്റ് നോഡ്സിൽ നിന്നൊക്കെ ഡാറ്റ റിസീവ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുക. ദിസ് മേ കോസ് ദ അപ്സ്ട്രീം നോഡ് ഓർ നോഡ്സ് ടു become congested and they in turn reject data from the upstream nodes or nodes. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ആ ഇമ്മീഡിയറ്റ് അപ്സ്ട്രീം നോഡ്സിൽ കൺജസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ആ ഇമ്മീഡിയറ്റ് അപ്സ്ട്രീം നോഡ്സ് എന്ത് ചെയ്യുക, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്സ്ട്രീം നോഡ്സിൽ നിന്ന് ഡാറ്റ പോലെ വർക്ക് ചെയ്ത് അവിടെ കഞ്ചഷൻ ഒഴിവാക്കാൻ പറ്റും. നോഡ് 3 ഇൻ ദ ഫിഗർ ഹാസ് മോർ ഇൻപുട്ട് ഡാറ്റ ദാൻ ഇറ്റ് ക്യാൻ ഹാൻഡിൽ. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ ഡാറ്റ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. നോഡ് 3 എന്താണ്, നോഡ് 3ക്ക് സപ്പോസ് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ഡാറ്റ ഇൻപുട്സ് വന്നു എന്ന് കരുതുക. അപ്പോൾ എന്താണ്, അപ്പോൾ കുറച്ച് പാക്കറ്റ്സ് അതിൻ്റെ ഇൻപുട്ട് ബഫറിൽ അത് ഡ്രോപ്പ് ചെയ്യും. അതുപോലെ എന്താണ്, നോഡ് 2 അത് ഒന്ന് സ്ലോ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അതായത് കണക്ഷൻ നോക്കുക, ബാക്ക്വേർഡാണ് പോകുന്നത്. ഓക്കെ, നോഡ് 3 നോഡ് 2 ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് പറയും. ഔട്ട്പുട്ട് നോഡ് 2 എന്ത് ചെയ്യും, അപ്പം നോഡ് 2ൽ നിന്ന് നോഡ് 3 പോകുന്നില്ല. അപ്പം നോഡ് 2 ഒന്ന് കൺജസ്റ്റഡ് ആവും. ഓക്കെ, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ഫ്ലോ ഓഫ് ഡാറ്റ സ്ലോ ഡൗൺ ആയക വഴി അത് കൺജസ്റ്റഡ് ആകും. അപ്പോൾ നോഡ് 2 കൺജസ്റ്റഡ് ആവുക, അതെന്ത് ചെയ്യും, നോഡ് 1 ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടി പറയും, സ്ലോ ഡൗൺ ആക്കാൻ പറയും. അപ്പോൾ എന്താണ്, അപ്പം നോഡ് 1 എന്ത് ചെയ്യും, നോഡ് 1ൽ കൺജസ്റ്റൻ ഒഴിവാക്കാൻ നോഡ് 1 തിരിച്ച് സോഴ്സിനോട് സ്ലോ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അതായത് വരെ അതുവഴി എന്ത് ചെയ്യുക, കഞ്ചഷൻ ഒഴിവാക്കുന്നു. ഓക്കെ, അടുത്തത് ചോക്ക് പാക്കറ്റ്. ചോക്ക് പാക്കറ്റ് ഇസ് എ പാക്കറ്റ് സെൻഡ് ബൈ എ നോഡ് ടു ദ സോഴ്സ് ടു ഇൻഫോം ഇറ്റ് ഓഫ് കഞ്ചഷൻ.
In the chalk packet method, the warning is from the router which has encountered congestion to the source destination directly. അതായത് ചോക്ക് പാക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ സപ്പോസ് ഒരു റൂട്ടറിലാണ് കഞ്ചഷൻ വന്നിരിക്കുന്നതെങ്കിൽ അതെന്താ ചെയ്യുക, റൂട്ടർ ചോക്ക് പാക്കറ്റ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അത് സോഴ്സ് സ്റ്റേഷന് ഡയറക്റ്റായിട്ട് അത് അയച്ചു കൊടുക്കും. അതായത് ഒരു വാർണിംഗ് ആയിട്ട് എന്ത് ചെയ്യുക, കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോക്ക് പാക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് അറിയിക്കും. The intermediate nodes through which the packet has travelled are not warned. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് നോട്ട്സ്, അതായത് സോഴ്സിലോട്ട് എത്തിച്ചേരുന്നത് വരെ ഇൻ്റർമീഡിയറ്റ് നോട്ട്സ് വഴി ട്രാവൽ ചെയ്യും. അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് നോട്ട്സിനെ ഒന്നും എന്ത് ചെയ്യില്ല, വാൺ ചെയ്യില്ല. ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്. In implicit signaling, there is no communication between the congested node or nodes and the source. The source guesses that there is a congestion somewhere in the network from other symptoms. ഇംപ്ലിസിറ്റ് സിഗ്നലിങ്ങിൽ എന്ത് ചെയ്യില്ല, കൺജസ്റ്റഡ് നോട്ട്സോ അതുപോലെ തന്നെ മറ്റു നോട്ട്സോ സോഴ്സുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. പകരം സോഴ്സ് എന്ത് ചെയ്യും, മറ്റു സിംറ്റംസ് വഴി നെറ്റ്വർക്കിൽ എവിടെയോ കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഗസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ്. The node that experience congestion can explicitly send a signal to the source or destination. In the chalk packet method, a separate packet is used for this packet. In the explicit signaling method, the signal is included in the packet that carry data. അപ്പോൾ ചോക്ക് പാക്കറ്റ് മെത്തേഡിൽ ഒരു സെപ്പറേറ്റ് പാക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത് സോഴ്സിലോട്ട്. പകരം എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് മെത്തേഡിൽ ഒരു ഡാറ്റയുടെ ഒപ്പം തന്നെയാണ് ഈ സിഗ്നലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് സിഗ്നലിംഗ്. A bit can be set in a packet moving in the direction opposite to the congestion. അതായത് ഒരു ബിറ്റ് എന്ത് ചെയ്തിരിക്കും, കഞ്ചഷന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാക്കറ്റിൽ ഒരു ബിറ്റ് സെറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ബിറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു കഞ്ചഷൻ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, പിന്നെ കഞ്ചഷൻ ഒക്കെ ചെയ്താൽ ആ ഒരു നോഡിന് പാക്കറ്റ് ഡിസ്കാർഡ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പിന്നെ ബിറ്റ് ഡാറ്റ പാക്കറ്റിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫോർവേഡ് സിഗ്നലിംഗ്. എ ബിറ്റ് ക്യാൻ ബി സെറ്റ് ഇൻ എ പാക്കറ്റ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കഞ്ചഷൻ. ദിസ് ബിറ്റ് ക്യാൻ വാൺ ദ ഡെസ്റ്റിനേഷൻ ദാറ്റ് ദർ ഇസ് കഞ്ചഷൻ. അതായത് കഞ്ചഷൻ്റെ നേരെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പാക്കറ്റിൻ്റെ ഒപ്പമുള്ള ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാക്കറ്റ് കഞ്ചഷനുള്ള സൈഡിലോട്ട് തന്നെയാണ് ആ ഒരു പാക്കറ്റ് പോകുന്നത്. അതിൻ്റെ ആ ഒരു ബിറ്റ് ഫീൽഡാണ് സെറ്റ് ചെയ്യുന്നത്. ആ ബിറ്റ് ഡെസ്റ്റിനേഷന് എന്ത് ചെയ്യാണ്, വാർണിംഗ് ആണ് ദാറ്റ് ദർ ഇസ് എ കഞ്ചഷൻ. അത്രയാണ് കഞ്ചഷൻ കൺട്രോൾ ഉള്ളത്. കഞ്ചഷൻ കൺട്രോളിൻ്റെ മെത്തേഡ്സ് രണ്ടും നോക്കാം. Something a flow seeks to attain. Traditionally, 4 types of characteristics are attributed to a flow. അതായത് 4 ടൈപ്പ് ആട്രിബ്യൂട്ട്സാണ് ഒരു ഡാറ്റ ഫ്ലോയ്ക്ക് ഉള്ളത്. ഓക്കെ. റിലയബിലിറ്റി. ലാക്ക് ഓഫ് റിലയബിലിറ്റി മീൻസ് ലൂസിങ് എ പാക്കറ്റ് ഓർ അക്നോളജ്മെൻറ്റ് വിച്ച് എൻറ്റെയിൽസ് റീട്രാൻസ്മിഷൻ. ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ റിലയബിൾ അല്ല എങ്കിൽ ആ കേസിൽ അതെന്ത് ചെയ്യണം, റീട്രാൻസ്മിറ്റ് ചെയ്യണം. അതായത് റിലയബിൾ അല്ല എന്ന് പറയുന്നത് പാക്കറ്റ് ലോസ് ചെയ്യുക അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് മിസ് ചെയ്യുക, അതൊക്കെ. അടുത്തത് ഡിലേ, സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഡിലേ. അടുത്തത് ജിറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ വേരിയേഷൻ ഇൻ ഡിലേ ഫോർ പാക്കറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഫ്ലോ. ഫോർ എക്സാമ്പിൾ, ഈ 4 പാക്കറ്റ്സ് ഡിപ്പാർട്ട് അറ്റ് ടൈംസ് 0, 1, 2, 3. ഓക്കെ, 0, 1, 2, 3. അത്
അറൈവ് ചെയ്യുന്നത് 20, 21, 22, 23 സെക്കൻഡ്സിലാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം സെയിം ഡിലേ ആണുള്ളത്. ഓക്കെ, അതായത് ഈ എല്ലാ പാക്കറ്റ്സും ഡിപ്പാർട്ട് ചെയ്തിരിക്കുന്നത് ഓരോ സെക്കൻഡ്സ് ഗ്യാപ്പിലാണ്, അത് റിസീവ് ചെയ്തിരിക്കുന്നത് ഓരോ സെക്കൻഡ്സ് ഗ്യാപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് 20 യൂണിറ്റ്സ് ഓഫ് ടൈമാണ്. നേരെ മറിച്ച് ഈ 4 പാക്കറ്റ്സും 21, 23, 21, 28 സെക്കൻഡ്സിലാണ് ഡിഫറെൻറ്റ് വാല്യൂസാണ്. അപ്പോൾ ജിറ്റർ എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ഡിലേ ഫോർ പാക്കറ്റ്സ്. ബാൻഡ് വിഡ്ത്ത്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നീഡ് ഡിഫറെൻറ്റ് ബാൻഡ് വിഡ്ത്ത്സ്. അപ്പോൾ ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സാണ്. ഷെഡ്യൂളിംഗ്, പാക്കറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് ഫ്ലോ അറൈവ് at a switch or router for processing. A good scheduling technique treats the different flows in a fair and appropriate manner. Several scheduling techniques are FIFO queuing, priority queuing, weighted fair queuing. അപ്പോൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. അതായത് ഒരു ഗുഡ് ഷെഡ്യൂളിംഗ് ടെക്നിക്സ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിഫറെൻറ്റ് ഫ്ലോസ് ഫെയറായിട്ട് അപ്രോപ്രിയേറ്റ് മാനറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഷെഡ്യൂളിംഗ് ടെക്നിക്സാണ് ഫിഫോ ക്യൂയിങ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂയിങ്, പ്രയോറിറ്റി ക്യൂയിങ്, അതുപോലെ വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്. ഫസ്റ്റ് വൺ ഫിഫോ ക്യൂയിങ്. ഇവിടെ പാക്കറ്റ്സ് എന്ത് ചെയ്യാണ്, ഒരു ബഫറിൽ വെയിറ്റ് ചെയ്യും. ഓക്കെ, അതായത് പാക്കറ്റ്സ് എല്ലാം ഓരോ ജനറേറ്റഡ് പാക്കറ്റ്സും ഒരു ബഫറിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എപ്പോഴാണോ പ്രോസസ്സ് ചെയ്യാൻ നോഡ് റെഡി ആവുന്നത് അതുവരെ പാക്കറ്റ്സ് ഒരു ബഫറിൽ പ്ലേസ് ചെയ്യും. അപ്പം if the average arrival rate is higher than the average processing rate, the queue will fill up and new packets will be discarded. അതായത് ഈ പ്രോസസ്സിങ് റേറ്റിലേക്കാണ് കൂടുതലാണ് ഇപ്പം ഈ ഒരു ആവറേജ് അറൈവൽ റേറ്റ് എന്ന് കരുതുക. ഓക്കെ, അതായത് ഈ ഒരു വെയിറ്റിംഗ് ക്യൂവിലേക്ക് വരുന്ന റേറ്റ് കൂടുതലാണ്, പക്ഷേ പ്രോസസ്സിങ് റേറ്റ് എടുക്കുന്നത് എന്താണ്, കുറവാണെന്ന് കരുതുക. അപ്പോൾ എന്താണ്, ക്യൂ ഫിൽ ഇവിടെ ഡയഗ്രത്തിൽ കണ്ടില്ലേ, അതായത് ക്യൂ ഫുള്ളാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഫുള്ളല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെ ക്യൂവിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യൂ ഫുള്ളാണെങ്കിൽ ഡിസ്കാർഡഡ് ആവുന്നു. ആ ക്യൂവിൽ നിന്നാണ് പ്രോസസ്സറിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നത്, പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നത്. പ്രയോറിറ്റി ക്യൂയിങ്, ഇവിടെ എന്താണ്, പാക്കറ്റ്സിന് ഒരു പ്രയോറിറ്റി കൂടെ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഓരോ പ്രയോറിറ്റി ക്ലാസ്സിനും എന്താണ്, ഹാസ് ഇറ്റ്സ് ഓൺ ക്യൂസ്. The packets in the highest priority queue are processed first. അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ക്യൂവിലുള്ള പാക്കറ്റ്സ് ആണ് ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുക. ലോവസ്റ്റ് പ്രയോറിറ്റി ക്യൂവിലുള്ള പാക്കറ്റ്സ് ലാസ്റ്റാണ് പ്രോസസ്സ് ചെയ്യുക. If there is a continuous flow in a high priority queue, the packets in the lower priority queues will never have a chance to be processed. This condition is called starvation. അതായത് ഇവിടെ പറഞ്ഞു ഡാറ്റാസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ എന്താണ്, ഈ ഹൈ പ്രയോറിറ്റി ക്യൂ തന്നെയുള്ള പാക്കറ്റ്സ് തന്നെയാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണ്, ലോവർ പ്രയോറിറ്റി ക്യൂവിലുള്ള പാക്കറ്റ്സിന് ഒരിക്കലും ചാൻസ് കിട്ടില്ല, പ്രോസസ്സ് ചെയ്യാനുള്ള ചാൻസ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ കണ്ടീഷന് ഒരു പ്രത്യേക പേരുണ്ട്, അതിന് പറയുന്ന പേരാണ് സ്റ്റാർവേഷൻ. അതായത് ഹയർ പ്രയോറിറ്റി ക്യൂ പ്രോസസ്സ് ചെയ്യുക വഴി ലോവർ പ്രയോറിറ്റി ക്യൂവിലുള്ള പാക്കറ്റ്സിന് ഒരു ചാൻസ് കിട്ടില്ല, പ്രോസസ്സ് ചെയ്യാനൊരു ചാൻസ് കിട്ടില്ല. അപ്പം അതിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അറൈവൽ ടൈമിൽ തന്നെ അതിന് ഹൈ പ്രയോറിറ്റി ആണോ ലോ പ്രയോറിറ്റി ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ടത് ഫുള്ളല്ലെങ്കിൽ എന്താണ്, ഹൈ പ്രയോറിറ്റി ക്യൂവിൽ പോകും, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ലോ പ്രയോറിറ്റി ക്യൂ ഉണ്ട്, അതിൽ നിന്നാണ് പ്രോസസ്സറിന് കൊടുത്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്തത് വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്. The packets here are still assigned to different classes and admitted to different queues. ഇവിടെ എന്താണ്, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് അസൈൻ ചെയ്യുന്നു, അതുപോലെ ആ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ക്യൂസിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. The queues however are weighted based on the priority of the queues. ഈ ക്യൂസ് എന്താണ്, ക്യൂസിൻ്റെ പ്രയോറിറ്റിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് വെയ്റ്റ് ചെയ്തിരിക്കുന്നത്.
Higher priority means higher weight. The system processes packets in each queue in a round-robin fashion with the number of packets selected from each queue based on the corresponding weight. റൗണ്ട് റോബിൻ ഫാഷൻ, അതായത് ഇവിടെ ഈ ഒരു ഡയഗ്രാം വഴി പറയുകയാണെങ്കിൽ ഫസ്റ്റിലത്തതിന് വെയ്റ്റ് 3 ആണ്, അപ്പം അടുത്തത് വെയ്റ്റ് 2, അടുത്തത് വെയ്റ്റ് 1. അപ്പോൾ ഈ ഒരു വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് വഴി എന്ത് ചെയ്യുന്നു, ഈ ഓരോ ക്യൂയിലുള്ളയും പാക്കറ്റ്സ് പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യും, ഓരോ ക്യൂയിലെയും എന്താണ് പാക്കറ്റ് പിക്ക് ചെയ്യും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് തൊട്ടടുത്ത ക്യൂവിലെ വെയ്റ്റ് 2 ഉള്ള അതിൽ നിന്ന് ചെയ്യും പാക്കറ്റ് എടുക്കും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് എന്താണ് ലാസ്റ്റിലത്തെ ക്യൂവിൽ നിന്നും പാക്കറ്റ് എടുക്കും, അത് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇതിവിടെ എന്താണ്, എല്ലാ പാക്കറ്റ്സിനും എല്ലാ ക്യൂവിലെയും പാക്കറ്റ്സിന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടും. അടുത്തത് ട്രാഫിക് ഷേപ്പിംഗ്. It is a mechanism to control the amount and the rate of the traffic sent to the network. അതായത് ഒരു നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ട്രാഫിക്കിൻ്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുക, എമൗണ്ട് ആൻഡ് ദ റേറ്റ് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ട്രാഫിക് ഷേപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രാഫിക് ഷേപ്പിങ്ങിന് 2 ടെക്നിക്സാണ് യൂസ് ചെയ്യുന്നത്, ലീക്കി ബക്കറ്റും അതുപോലെ തന്നെ ടോക്കൺ ബക്കറ്റും. അടുത്തത് ലീക്കി ബക്കറ്റ് അൽഗോരിതം. ഇഫ് എ ബക്കറ്റ് ഹാസ് എ സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം, ദ വാട്ടർ ലീക്സ് ഫ്രം ദ ബക്കറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ആസ് ലോങ് ആസ് ദർ ഇസ് എ വാട്ടർ ഇൻ ദ ബക്കറ്റ്. അതായത് ഒരു ബക്കറ്റ് എന്താണ്, ഒരു ബക്കറ്റിൻ്റെ താഴെ ഒരു ഹോൾ ഇടുകയാണെങ്കിൽ എന്താണ്, ആ ബക്കറ്റിൽ നിന്ന് ഓരോ ഡ്രോപ്സ് ആയിട്ട് എന്ത് ചെയ്യും, അതിൽ വെള്ളം ഉള്ളിടത്തോളം ഓരോ ഡ്രോപ്സ് ആയിട്ട് ആ ബക്കറ്റിൽ നിന്ന് പുറത്ത് പോയിരിക്കും. ഓക്കെ, ദ റേറ്റ്. അപ്പോൾ ഈ ഒരു ബക്കറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെന്താണ്, അതിൽ നിന്ന് പോകുന്ന ഔട്ട്പുട്ട് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വ്യത്യാസം വരില്ല, ഓരോ ഡ്രോപ്സ് ആയിട്ടേ പോവുള്ളൂ. അതായത് ഇതിലോട്ട് എത്ര കൂടുതൽ വെള്ളം ഒഴിച്ചാലും അതിൻ്റെ ഔട്ട്പുട്ട് റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ എന്താണ്, ലീക്കി ബക്കറ്റ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബേസ്റ്റി ട്രാഫിക്കിനൊക്കെ സ്മൂത്താക്കാൻ പറ്റും. അതായത് ഒരു കൺജഷനൊക്കെ വരുന്ന കേസിൽ എന്താണ്, ഇതുപോലെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ക്യൂ ഫുള്ളാണ് ഓക്കെ എന്തെങ്കിലാണ് ഒരു കോൺസെൻട്രേറ്റിൽ നെറ്റ്വർക്കിൽ നിന്ന് പാക്കറ്റ്സ് റിമൂവ് ചെയ്യുക. ടോക്കൺ ബക്കറ്റ്. The leaky bucket is very restrictive. It does not credit an idle host. On the other hand, the token bucket algorithm allows idle hosts to accumulate credit for the future in the form of tokens. Token bucket algorithm എന്താണ്, ടോക്കൺസ് ആയിട്ടാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ട് പോകുന്നത്. ഫോർ ഈച്ച് ടിക്ക് ഓഫ് ദ ക്ലോക്ക്, അതായത് ഓരോ ക്ലോക്കിൻ്റെ ഓരോ ടിക്കിലും എന്താണ്, ക്ലോക്കിൻ്റെ ഓരോ ടിക്കിലും സിസ്റ്റം സെൻസ് n ടോക്കൺസ് ടു ദ ബക്കറ്റ്. സിസ്റ്റം n ടോക്കൺസ് ബക്കറ്റിലോട്ട് സെൻഡ് ചെയ്യുന്നു. ദാറ്റ് സിസ്റ്റം റിമൂവ്സ് 1 ടോക്കൺ ഫോർ എവറി സെൽ ഓഫ് ഡാറ്റ സെൻഡ്. അതായത് ഹോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ബേസ്റ്റി ഡാറ്റ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും, ബക്കറ്റ് എം ടി ആവുന്നത് വരെ. The token bucket can easily be implemented with a counter. The token is initialized to 0. Each time a token is added, the counter is incremented by 1. Each time a unit of data is sent, the counter is decremented by 1. When the counter is 0, the host cannot send data. അടുത്തത് റിസോഴ്സ് റിസർവേഷൻ. A flow of data needs resources such as buffer, bandwidth, CPU time and so on. The quality of service is improved if these resources are reserved beforehand. അതായത് അതായത് ഡാറ്റ ഫ്ലോയ്ക്ക് റിക്വയർഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ബഫർ, ബാൻഡ്വിഡ്ത്ത്, CPU ടൈം ഒക്കെ. അതൊക്കെ എന്താണ്, പ്രിസർവ് ചെയ്യുക വഴി എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അഡ്മിഷൻ കൺട്രോൾ. It is the mechanism used by a router or a switch to accept or reject a flow based on predefined parameters called flow specifications. Before a router accepts a flow for processing, it checks the flow specifications to see if its capacity and its previous commitments to other flows can handle the new flow.